പാർട്ട് 3. പിന്നെ കുറേ ദിവസത്തിന് ശേഷം ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ വണ്ടിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ പോകുന്ന വഴി വെച്ചാൽ നമുക്കൊരു കുത്തനെ ഇറക്കമാണ്. അപ്പോൾ ആ ഇറക്കം അതേപോലെ തന്നെ ഇറങ്ങിയിട്ട് താഴെ ചെന്നല്ലേ ബ്രേക്ക് പിടിക്കുമ്പോൾ, അല്ലാണ്ട് ഇറക്കത്തിൽ തന്നെ പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഞാനും താഴെ. സോ ഞാൻ സാധാരണ പോലെ വണ്ടി എടുത്തിറങ്ങിയാണ്. പെട്ടെന്ന് ഷൂ ഹലോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നൊക്കെയോ ഒരു വിളി വരുന്നിരിക്കും. പോയി 3 സെക്കൻഡ്സിലാണ് ഞാനിതെല്ലാം തിരിഞ്ഞ് നോക്കുന്നുണ്ട്, എവിടെ തരാ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നോക്കിയപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്, ഒരു 2 നില വീടാണ്. ആ വീടിൻ്റെ 2ാമത്തെ നിലയിൽ ജനൽ സൈഡിൽ നിന്നിട്ട് ഒരാളെന്നെ വിളിക്കുന്നുണ്ട്. എന്നെയാണ് വിളിക്കുന്നത്, കൈയൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആളുടെ മുഖം കാണാൻ പറ്റി. ആളുടെ കഴുത്തിൻ്റെ ഇത്രയും ഭാഗം അവിടെ ഓലയില്ല തെങ്ങിൻ്റെ, അത് കാരണം മറഞ്ഞു പോയില്ല, മുഖം കാണാൻ പറ്റില്ല. ആളുടെ കഴുത്തിന് താഴെയുള്ള ഭാഗം ഞാൻ കണ്ടത്. മീൻസ് അത് നമ്മുടെ കണ്ട ആ മനുഷ്യനില്ലേ, സെയിം ടു സെയിം. വാച്ച് ഞാൻ പറഞ്ഞ സിമിലർ വാച്ച്, ഷർട്ടും അത് തന്നെ, പാൻറ്റും ഉണ്ടായിരുന്നു. ബോഡി ടൈപ്പ് ഏകദേശം സിമിലറായിരുന്നു ഞാൻ കണ്ടത്. ഇതൊക്കെ ഒരു വളരെ കുറച്ച് 2-3 സെക്കൻഡിനുള്ളിലാണ് ഞാൻ കണ്ടു, ഇത് ക്യാച്ച് ചെയ്തു. ഞാൻ പെട്ടെന്ന് വണ്ടി തിരിച്ചു പോകുന്നു, ഇതാണ് നടക്കുന്നത്. അപ്പം ആളാരാന്ന് പറഞ്ഞ് തിരിച്ചു വരാനുള്ളൊരു ഗ്യാപ്പ് എനിക്കില്ല. അപ്പോൾ ഞാൻ പിന്നെ അന്ന് എന്തോ ഭയങ്കര തിരക്കായിട്ട് പോകുന്നതാണ്, തിരിച്ച് വരാനുള്ളൊരു സമയമില്ല. വന്നിട്ട് നോക്കാമെന്ന് കരുതി അങ്ങനെ എന്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് പോവുകയും ചെയ്തു. ഞാൻ തിരിഞ്ഞു വരാൻ നിന്നില്ല. പക്ഷേ ഞാൻ എപ്പോഴും ഈ പറയുന്ന ഡെലിവറി കേസൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും എനിക്ക് അന്നുണ്ടായത് ഇതിൻ്റെ ബാക്കിയില്ലേ എന്ന് പറഞ്ഞ കണക്ഷൻ കിട്ടുക. അങ്ങനെ ഒരു പ്രശ്നമുള്ളതാണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വണ്ടി അവിടെ നിർത്താനോ അല്ലെങ്കിൽ തിരിച്ച് വണ്ടി എടുത്തിട്ട് വന്ന ആളാരാ എന്നു പറഞ്ഞാൽ നോക്കാനൊന്നുമില്ല. ഞാനിത് കണ്ടു, ഓക്കെ സ്കാനഡ് എന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാനിന്ന് എന്തോ തിരക്കായിട്ട് പോവാ, എന്തോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരാളെന്നെ വിളിച്ചാൽ മതി. അപ്പോഴാണ് ഞാൻ പിന്നെ നടന്ന കാര്യങ്ങൾ റീവെൻറ്റ് ചെയ്ത് ആലോചിച്ച് നോക്കിയപ്പോൾ ആളുടെ ഡ്രസ്സ് കാര്യങ്ങൾ അതൊക്കെ എനിക്ക് പെട്ടെന്ന് ആ ഒരു സെക്കൻഡിൽ തന്നെ സ്റ്റോർ ആവും മെമ്മറിയിൽ. പക്ഷേ ഇത് ഇങ്ങനൊരു സംഭവമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങനൊരു സംഭവത്തിൽ ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ആയിരിക്കില്ലേ ഇയാൾ എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യാനുള്ള ബോധം എനിക്കപ്പോൾ ചെല്ലത്തില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, ഓക്കെ അവർക്ക് പിന്നെ എന്നെക്കാളും ബോധമുള്ളതുകൊണ്ട് ഓക്കെ അവർ ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞു, ഇത് തന്നെയല്ലേ നീ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആളുടെ കേസ് എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ ഞാനപ്പോൾ വീട്ടിൽ ചെന്ന് അന്വേഷിക്കാൻ പറ്റില്ല. നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ കണ്ടെന്ന് ഒരു വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. ആക്ച്വലി അവരുടെ അല്ല, വേറെ ഒരു ഗസ്റ്റാണ് വന്നത്. രാവിലെ അവിടെ അന്വേഷിക്കാൻ എഴുതി ഞാൻ വരും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഞാൻ ഡയറക്റ്റ് പോയി അന്വേഷിക്കുന്ന ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഡീറ്റെയിൽസ് കിട്ടുമില്ലോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ വളരെ ഇൻഡയറക്റ്റ്ലി ബുദ്ധി ഉപയോഗിച്ച് ചോദിച്ചു, ഇവിടെ ആരും ഇല്ലേ ചോദിച്ചപ്പോഴത്തേക്കിന് അത് പറഞ്ഞു, വന്നവരെല്ലാവരും പോയി എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചു, എന്താ എല്ലാവരും ഭയങ്കര ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്, നമ്മൾ സിറ്റുവേഷൻ കണ്ടു വേണം സംസാരിക്കാൻ. അവരെന്നപ്പോഴത്തേനും അവർ വലിയ പണിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുകയാണ്. സ്വയമായിട്ട് വല്ല ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഓടി വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നില്ല. ഇതങ്ങനെയൊന്നും ചെയ്തില്ല. എനിക്ക് തോന്നി മിക്കവാറും എല്ലാവരും പോയി കാണും. അങ്ങനെ എൻ്റെ കുറേ ഇൻറ്റ്യൂഷനും അവരെ സംസാരത്തിൽ നിന്ന് കിട്ടിയ കുറേ ഐഡിയ ഒക്കെ വെച്ചിട്ട് അവിടെ ആരും ഇല്ല താല്പര്യം. അയാൾ പിന്നെ മിസ് ചെയ്യുന്നു.